ഹായ് ഫ്രണ്ട്സ്, ഹൈപ്രപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഈ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. സുഹൃത്തുക്കളെ, ഈ അടുത്ത സമയത്ത് നിങ്ങൾ കേട്ട അറിഞ്ഞ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട സന്തോഷം പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലെത്തിയത്. അതായത് ഇനി മുതൽ നമ്മുടെ സംസ്ഥാനം എപ്പോഴും എവിടെയും കേരളം എന്ന പേരിൽ തന്നെ അറിയപ്പെടും. കേരളം എന്ന പേരിൽ 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നത്. സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിലൂടെ. സംസ്ഥാന പുനഃസംഘടനാ നിയമം യാഥാർത്ഥ്യമായത് 7ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ 1956 തന്നെയാണ്. അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ നിയമത്തിലൂടെ 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമായി ഇന്ത്യൻ യൂണിയൻ പുനഃസംഘടിപ്പിക്കപ്പെട്ടു. അതിൽ ഒരു സംസ്ഥാനം തന്നെയാണ് നമ്മുടെ കേരള സംസ്ഥാനം. പക്ഷേ ഭരണഘടനയുടെ 1ാം ഷെഡ്യൂളിലാണല്ലോ സംസ്ഥാനങ്ങളുടെ പേരുകളൊക്കെ പ്രതിപാദിച്ചിരിക്കുന്നത്. ആ 1ാം ഷെഡ്യൂളിൽ അന്നു മുതൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് മാറ്റാനുള്ള തീരുമാനം ആയി കഴിഞ്ഞു. കേരള എന്ന പേരിലാണ് 1ാം ഷെഡ്യൂളിൽ നമ്മുടെ സംസ്ഥാനം രേഖപ്പെടുത്തപ്പെട്ടത്. നിർഭാഗ്യവശാൽ പല ആൾക്കാരും അതിനെ കേരള എന്ന് മാത്രമല്ല കേരൾ എന്നു ഒക്കെ വികൃതമായി വികലമായി ഉച്ചരിക്കുന്നതിനും നമ്മൾ സാക്ഷ്യം വഹിച്ചു. അതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ആവശ്യം, നമ്മുടെ മലയാളികളുടെ മുഴുവനായ ആവശ്യം, നമ്മുടെ മാതൃഭാഷയിൽ മലയാള ഭാഷയിൽ നമ്മുടെ സംസ്ഥാനത്തിന് ഉള്ള പേര് കേരളം എന്ന പേരിൽ തന്നെ നമ്മുടെ സംസ്ഥാനം അറിയപ്പെടണം എന്ന് തന്നെയാണ്. അപ്പം നമ്മുടെ ഈ ആഗ്രഹം നമ്മുടെ നിയമസഭയിൽ ഒരു പ്രമേയമായി അവതരിപ്പിക്കപ്പെട്ടു, പാസാക്കപ്പെട്ടു. 2024 ജൂൺ മാസം 24 കേരള നിയമസഭ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസാക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് തന്നെയാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ ആവശ്യം ഈ പ്രമേയത്തിലൂടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുമ്പിൽ നമ്മൾ സമർപ്പിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര നിയമ വകുപ്പും മറ്റ് അനുബന്ധ വകുപ്പുകളുമായി കൂടിയാലോചിച്ച് 2026 ഫെബ്രുവരി മാസം 24 കേന്ദ്ര മന്ത്രിസഭയുടെ ഒരു തീരുമാനമായി അത് പുറത്തു വരുന്നു. കേരളം ഇനി മുതൽ കേരളം എന്ന പേരിൽ തന്നെ അറിയപ്പെടും എന്ന്. അതിനുവേണ്ടി മാറ്റം വരുത്തേണ്ടത് ഭരണഘടനയുടെ 1ാം ഷെഡ്യൂളാണ്. കാരണം ഭരണഘടനയുടെ 1ാം ഷെഡ്യൂളിലാണ് സംസ്ഥാനങ്ങളുടെ പേരുകൾ പ്രതിപാദിച്ചിരിക്കുന്നത്. അങ്ങനെ ഭരണഘടനയിൽ പേര് മാറ്റം വരുത്തണമെങ്കിൽ ഏത് അനുച്ഛേദ പ്രകാരമാണ് ആ മാറ്റം വരുത്തേണ്ടത്? ഇന്ത്യൻ ഭരണഘടനയിലെ 3ാം അനുച്ഛേദ പ്രകാരം. 3ാം അനുച്ഛേദം ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഭരണഘടനയുടെ 1ാം ഭാഗത്ത്. ഭരണഘടനയുടെ 1ാം ഭാഗത്ത് 1 മുതൽ 4 വരെയുള്ള അനുച്ഛേദങ്ങളാണുള്ളത്. അതിൽ 3ാം അനുച്ഛേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് എന്താണ്? പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം, നിലവിലുള്ള സംസ്ഥാനങ്ങളുടെ പേര്, അതിർത്തി, വിസ്തൃതി എന്നിവയിൽ മാറ്റം വരുത്തൽ, ഇതെല്ലാം 3ാം അനുച്ഛേദ പ്രകാരമാണ്. അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് മാറുന്നു. നമ്മൾ ആഗ്രഹിച്ച കേരളം എന്ന പേരിൽ തന്നെ ഇനി അറിയപ്പെടാൻ പോവുകയാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാനുള്ള വകയുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. കാരണം നിങ്ങൾ പലരും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരാണ്. നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഞാനിപ്പം പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഐക്യ കേരളം നിലവിൽ വന്നത് എന്ന് 1956 നവംബർ മാസം 1 ഏത് ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന പുനഃസംഘടനാ നിയമം നിലവിൽ വന്നത്? 7ാം ഭേദഗതി 1956.
ആദ്യമായി സംസ്ഥാന പുനഃസംഘടനയിലൂടെ എത്ര സംസ്ഥാനങ്ങളും എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് രൂപീകരിക്കപ്പെട്ടത്, പുനഃസംഘടിപ്പിക്കപ്പെട്ടത്? 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഷെഡ്യൂളിലാണ് സംസ്ഥാനങ്ങളുടെ പേരുകൾ പ്രതിപാദിച്ചിരിക്കുന്നത്? 1-ാം ഷെഡ്യൂളിൽ. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് അനുച്ഛേദ പ്രകാരമാണ് സംസ്ഥാനത്തിൻ്റെ പേരിൽ മാറ്റം വരുത്തേണ്ടത്? 3-ാം ആർട്ടിക്കിൾ പ്രകാരം, 3-ാം അനുച്ഛേദ പ്രകാരം. 3-ാം അനുച്ഛേദം ഉൾപ്പെട്ട ഭരണഘടനാ ഭാഗമേത്? 1-ാം ഭാഗം, ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 1. ഇനി കേരളം എന്ന പേര് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള നിയമസഭ ഐക്യകണ്ഠേന ഒരു പ്രമേയം പാസാക്കിയതെന്ന് 2024 ജൂൺ 24-ാം തീയതി. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം ഇതിനോടനുബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലുണ്ടാകട്ടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ മത്സര പരീക്ഷകൾക്ക് അത് പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ കേരളം എന്ന പേര് അംഗീകരിക്കപ്പെട്ടതിൽ ഞാനും ഒരു മലയാളി എന്ന രീതിയിൽ നിങ്ങളോടൊപ്പം സന്തോഷിക്കുന്നു. സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു. അപ്പോൾ ഓർക്കുക, ഇനി നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം, നോട്ട് കേരള, നോട്ട് കേരൾ, കേരളം. താങ്ക് യു.